Representation of sets. There are two different methods for representing sets. The first method is called roster form or tabular form. Second method is set builder form or rule method. ഈ രണ്ട് മെത്തേഡുകളിലൂടെയാണ് നമ്മൾ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. So let's see the first method of representing a set. It is roster form or tabular form. In this form, the set is represented by listing all its elements separated by commas enclosed within braces. So the first one, see the first example, the set of all even positive integers less than 7. So അത് roster formula. ഈ ഒരു സെറ്റിനെ നമ്മൾ roster form മെത്തേഡിൽ റെപ്രസെന്റ് ചെയ്യുക. സോ അത് എഴുതണമെങ്കിൽ നമ്മൾ ബ്രേസസിന്റെ ഉള്ളിലാണ് അതിലെ എലമെന്റ്സ് എഴുതുന്നത്. സോ ഏതൊക്കെയാണ് ഈ സെറ്റിൽ വരുന്ന എലമെന്റ്സ്? എലമെന്റ്സ് മീൻസ് വാട്ട്? ദ എലമെന്റ്സ്, ദ മെമ്പേഴ്സ് ഓഫ് ദ കളക്ഷൻ. സോ ഈ കളക്ഷനിലെ മെമ്പേഴ്സ് ആരൊക്കെയാണ്? So here it is given that this collection involves all even positive integers less than 7. We know that positive integer means it's a natural number. Positive integers എന്ന് പറഞ്ഞാലും natural number എന്ന് പറഞ്ഞാലും ഒരേ നമ്പേഴ്സ് തന്നെയാണ്. സോ 7നേക്കാളും കുറവായ നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 7നേക്കാളും കുറവായ പോസിറ്റീവ് ഇന്റിജേഴ്സ് ഏതൊക്കെയാണ്? 1, 2, 3, 4, 5, 6. അപ്പോൾ അതിലെ എലമെന്റ്സ് എല്ലാം എഴുതി കഴിഞ്ഞു. അപ്പോൾ എന്ത് ചെയ്യുക? ക്ലോസിംഗ് ബ്രേസസ് ഇടുക. സോ ഇവിടെ നമുക്ക് കളക്ഷൻ ഓഫ് ഈവൻ പോസിറ്റീവ് ഇൻഡിജേഴ്സ് ലെസ് ദാൻ 7 കിട്ടി. സോ ഈ സെറ്റിന് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ സ്റ്റേറ്റ്മെന്റിനെ റെപ്രസെന്റ് ചെയ്തത് റോസ്റ്റർ ഫോമിൽ റെപ്രസെന്റ് ചെയ്തതാണിത്. സോ നമുക്ക് ഈ സെറ്റിന് ഒരു പേര് കൊടുക്കാം, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ക്യാപിറ്റൽ ലെറ്റേഴ്സ് ആയിരിക്കണം എന്നേ ഉള്ളൂ. സോ ഐ ഗിവ് എ. സോ നമുക്ക് എങ്ങനെ എഴുതാം? A is equal to set 1, 2, 3, 4, 5, 6. ഇങ്ങനെയാണിത് വായിക്കുക. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, the set of all vowels in the English alphabet. ഇംഗ്ലീഷ് ആൽഫബറ്റിലെ വവൽസിന്റെ കളക്ഷൻ, വവൽസിന്റെ സെറ്റ്, അത് റോസ്റ്റർ ഫോമിൽ എഴുതണം. സോ ഏതൊക്കെയാണോ എലമെന്റ്സ് വരുന്നത് അതിനെ ബ്രേസസിന്റെ ഉള്ളിൽ എഴുതാം. സോ ഏതൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. സോ ശ്രദ്ധിക്കുക, കോമ ഇട്ടിട്ട് അതിനെ സെപ്പറേറ്റ് ചെയ്യണം. ഓക്കെ, ഇനി ഈ ഒരു കളക്ഷന്, ഈ ഒരു സെറ്റിന് നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഗിവ് വി ഹിയർ. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ആകെ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ സം സ്റ്റാൻഡേർഡ് സെറ്റുകൾ പഠിച്ചിരുന്നു, അതിലെ പേരുകൾ അതിന് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ. ബാക്കിയുള്ള വേറെ ഏത് ലെറ്റേഴ്സ് നമുക്ക് യൂസ് ചെയ്യാം. സോ ഹിയർ വി ഇസ് ഈക്വൽ ടു എ, ഇ, ഐ, ഒ, യു. അപ്പൊ ഈ സെറ്റ് ഇങ്ങനെ തരുന്നു വിതൗട്ട് ഗിവിംഗ് യു ദ സ്റ്റേറ്റ്മെന്റ്. If you are given V is equal to A, E, I, O, U. അപ്പം ഇങ്ങനെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണം ഇതൊരു സെറ്റാണ്. അതിലെ എലമെന്റ്സിനെയൊക്കെ കോമ ആയിട്ട് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നു, ബ്രേസസിന്റെ ഉള്ളിലാണ് എഴുതിയിരിക്കുന്നത്. സോ ഇറ്റ്സ് എ സെറ്റ്. ഇത് ഏത് സെറ്റാണ് നമുക്ക് പറയാം? ഇറ്റ്സ് എ സെറ്റ് ഓഫ് വവൽസ് ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ് എന്ന് പറയാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് വൺ, ദ സെറ്റ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ബിലോ 5. സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് ആയിരുന്നെങ്കിലാണ് നമ്മൾ ക്യാപിറ്റൽ എൻ യൂസ് ചെയ്യാം. സോ ഇവിടെ വേറെ ഏതെങ്കിലും ലെറ്റർ യൂസ് ചെയ്താൽ മതി. എ ഇസ് ഈക്വൽ ടു 5ന് താഴെയുള്ള നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? ഇങ്ങനെ ബ്രേസസ് ഇടുക. 1, 2, 3, 4. ഈ 4 എലമെന്റ്സ് ആണ് ഇതിൽ വരിക. ഈ സെറ്റിലെ എലമെന്റ്സ് നമ്മൾ കണ്ടു. 1, 2, 3, 4 ആണ് ഈ സെറ്റിലെ എലമെന്റ്സ്. ഈ എലമെന്റ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാൻ പറ്റും. Okay, in roster form, the elements can be listed in any order. So 1, 2, 3, 4 ഈ 4 എലമെന്റ്സ് ആണ് ആ സെറ്റിൽ വരേണ്ടത്. അതിന് നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. ആദ്യം 1 തന്നെ എഴുതണമെന്ന് നിർബന്ധമില്ല. We can write 2, 4, 1, 3 ഇങ്ങനെ വേണമെങ്കിൽ എഴുതാം. അത് അല്ലെങ്കിൽ 4, 3, 2, 1 എങ്ങനെ വേണമെങ്കിലും എഴുതാം. So it's very important note. In roster form, the order in which the elements are listed is immaterial. In roster form, the elements can be listed in any order. Next set is the set of all letters in the word mathematics. So here, നമുക്ക് എന്തെങ്കിലും പേര് കൊടുക്കാം. So suppose I'm giving A. Okay, so it's equal to
ഇനി ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ പറഞ്ഞു എലമെന്റ്സിനെ നമ്മൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് എഴുതാറില്ല എന്ന്. പക്ഷെ ഇവിടെ നമുക്ക് വേർഡ് തന്നിരിക്കുന്നത് എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സിലാണ്. സോ ഇതിനകത്തുള്ള ഈ ഒരു വേർഡിനകത്തുള്ള ലെറ്റേഴ്സിന്റെ സെറ്റ് എന്ന് പറയും. ഇതിലെ ലെറ്റേഴ്സ് എഴുതുമ്പോൾ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഇൻ ക്യാപിറ്റൽ ലെറ്റർ. ഓക്കെ, സോ മാത്തമാറ്റിക്സിലെ ലെറ്റേഴ്സ് ഏതൊക്കെയാ? എം ഉണ്ട്. സോ ഏത് ഓർഡറിൽ വേണമെങ്കിൽ എഴുതാമെന്ന് പറഞ്ഞു. സോ നിങ്ങൾക്ക് ഈ ഫസ്റ്റ് എ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എയിൽ നിന്ന് തുടങ്ങാം, അല്ല നമുക്ക് ഈ തന്ന ഓർഡറിൽ തന്നെ എഴുതാം. സോ എം എഴുതി. നെക്സ്റ്റ് ലെറ്റർ ഈസ് എ, നെക്സ്റ്റ് ലെറ്റർ ഈസ് ടി, നെക്സ്റ്റ് ഇസ് എച്ച്, നെക്സ്റ്റ് ഇ, ദ നെക്സ്റ്റ് ലെറ്റർ ഈസ് എം. സോ ഓൾറെഡി നമ്മൾ എം എന്ന് പറഞ്ഞ ലെറ്റർ എഴുതി കഴിഞ്ഞു. സോ അത് റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. സോ എം ഓൾറെഡി നമ്മൾ എഴുതിയതാണ്. സോ ഇവിടെ എം സ്കിപ്പ് ചെയ്യണം. നെക്സ്റ്റ് വൺ ഈസ് എ, അതും നമ്മൾ ഓൾറെഡി എഴുതിയതാണ്. നെക്സ്റ്റ് ഇസ് ടി, അതും എഴുതിയിട്ടുണ്ട്. നെക്സ്റ്റ് വൺ ഈസ് ഐ, സോ ഐ എഴുതുക. ഓക്കെ, നെക്സ്റ്റ് ഇസ് സി, ദ ലാസ്റ്റ് വൺ ഈസ് എസ്. സോ ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് മാത്തമാറ്റിക്സ് ആർ എം എ ടി എച്ച് ഇ ഐ സി എസ്. സോ ഇതും നിങ്ങൾ ഓർക്കേണ്ട നോട്ടാണ്. റോസ്റ്റർ ഫോമിൽ എലമെന്റ്സ് എഴുതുമ്പോൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ഇൻ റോസ്റ്റർ ഫോം ആൻ എലമെന്റ് ഇസ് നോട്ട് ജനറലി റിപ്പീറ്റഡ്. ദാറ്റ് ഈസ് ഓൾ ദ എലമെന്റ്സ് ആർ ടേക്കൺ ആസ് ഡിസ്റ്റിങ്ക്റ്റ്. The last collection here, the set of odd natural numbers. So odd natural numbers are, you can use any letter here. I'm using O letter here. Okay, so O is equal to odd natural numbers. Odd natural numbers means the numbers which are not divisible by 2 are called odd natural numbers. What are the numbers? 1, 3, 5, 7, 9, etc. നമുക്ക് കംപ്ലീറ്റ് എഴുതാൻ കഴിയില്ല. ഓക്കെ, ഇതുവരെ നമ്മൾ എഴുതിയതെല്ലാം കറക്റ്റ്, നമ്മൾ അതിലുള്ള എലമെന്റ്സ് കംപ്ലീറ്റ് ആയിട്ട് സെറ്റിൽ എഴുതാൻ കഴിഞ്ഞു. സോ ഇവിടെ നമുക്ക് എത്ര ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഉണ്ടെന്ന് തന്നെ അറിയില്ല. സോ നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് 3 ഡോട്ട്സ് ഇടാം. ഒരു 4 or 5 ഡോട്ട് ഇടേണ്ട ആവശ്യമില്ല. 3 ഡോട്ട്സ് ഇട്ടാൽ തന്നെ അത് മീനിങ് ഫുള്ളായി. സോ ഇങ്ങനെ ഒരു സെറ്റ് ഇൻഫൈനൈറ്റ് സെറ്റ് ആണെങ്കിൽ നമ്മൾ അവിടെ 3 ഡോട്ട് ഇട്ടാൽ മതി. ഓക്കെ, സോ ഇതിന്റെ മീനിങ് എന്താണ്? ഇറ്റ് ഈസ് ദ സെറ്റ് ഓഫ് ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. സോ റോസ്റ്റർ ഫോമിൽ ഒരു സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണിത്. ഇൻ റോസ്റ്റർ ഫോം ദ എലമെന്റ്സ് ക്യാൻ ബി ലിസ്റ്റഡ് ഇൻ എനി ഓർഡർ ആൻഡ് ആർ നോട്ട് ജനറലി റിപ്പീറ്റഡ്. 1, 2, 3, 4 and 4, 2, 1, 3 denote the same set. ഈ രണ്ട് സെറ്റിലും ഒരേ എലമെന്റ്സ് ആണുള്ളത്, അവിടെ ഓർഡർ മാത്രമാണ് മാറിയിരിക്കുന്നത്. സോ അത് ഉപയോഗിക്കാം. ഓക്കെ, റോസ്റ്റർ ഫോമിൽ എലമെന്റ്സിനെ ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് എഴുതാം. അതേപോലെ 1, 2, 3, 1 is the same set as 1, 2, 3. ഇവിടെ 1 എന്ന പറഞ്ഞ എലമെന്റ് 2 പ്രാവശ്യം എഴുതിയിട്ടുണ്ട്. അങ്ങനെ എഴുതേണ്ട കാര്യമില്ല, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. സോ 1, 2, 3 എന്ന് എഴുതിയാൽ മതി. അപ്പൊ ഇതിനകത്ത് എത്ര എലമെന്റ്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 4 എലമെന്റ്സ് എന്ന് നമ്മൾ പറയില്ല. വി സേ ഓൺലി 3 എലമെന്റ്സ് ആർ ദർ ഇൻ ദ സെറ്റ് ബിക്കോസ് ഹിയർ 1 റിപ്പീറ്റഡ്. ഓക്കെ, ഇവിടെ 1 റിപ്പീറ്റ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. റിപ്പീറ്റ് ചെയ്ത നമ്പേഴ്സ് ഒരിക്കലും നമ്മൾ എലമെന്റ്സിന്റെ കൂട്ടത്തിൽ എണ്ണം എഴുതുമ്പോൾ എടുക്കാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഒരു റോസ്റ്റർ ഫോമിൽ ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്ന നമ്പേഴ്സ് എഴുതാൻ പാടില്ല. Now let's see the second method of representing a set. It is set builder form or rule method. സോ റോസ്റ്റർ ഫോം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. സെറ്റിലെ എലമെന്റ്സിനെയൊക്കെ കോമ കൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ബ്രേസസിന്റെ ഉള്ളിൽ എഴുതുന്ന മെത്തേഡിനെയാണ് നമ്മൾ റോസ്റ്റർ ഫോം എന്ന് പറയുന്നത്. ഇവിടെ സെറ്റ് ബിൽഡർ ഫോം അല്ലെങ്കിൽ അതിന് റൂൾ മെത്തേഡ് എന്ന പേരും കൂടി ഉണ്ട്. ഇപ്പോൾ സെറ്റ് ബിൽഡർ ഫോം ആണ് ടെക്സ്റ്റ് ബുക്കിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. സോ സെറ്റ് ബിൽഡർ ഫോം എന്ന് തന്നെ പഠിച്ചാൽ മതി. Okay, in set builder form, all the elements of a set possess a single common property which is not possessed by any element outside the set. In this form, we are not writing all the elements in a set. ഇതിലെ എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എഴുതുന്നില്ല. നമുക്കറിയാം ഒരു കളക്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലെ ഓരോ എലമെന്റ്സിനും അതിലുള്ള എല്ലാ മെമ്പേഴ്സിനും എല്ലാ എലമെന്റ്സിനും കോമൺ പ്രോപ്പർട്ടി ആയിരിക്കും ഉണ്ടാവുക. സോ ആ പ്രോപ്പർട്ടി എന്താണെന്ന് മാത്രമാണ് നമ്മൾ സെറ്റ് ബിൽഡർ ഫോമിൽ എഴുതുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എങ്ങനെയാ ചെയ്യുന്നതെന്ന് ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചു തരാം. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് എടുക്കാം. ദ സെറ്റ് ഓഫ് vowels in English alphabet. ഇതാണ് സ്റ്റേറ്റ്മെന്റ്. ഈ ഒരു സെറ്റിനെ നമ്മൾ
സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതണം. സോ സെറ്റ് ആണ്, സെറ്റിന് നമ്മൾ പേര് കൊടുക്കും. ഞാനിവിടെ എ എന്ന് പേര് കൊടുക്കുന്നു. സോ എ ഈസ് ഈക്വൽ ടു, ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റേറ്റ്മെന്റ് സെറ്റ് ബിൽഡപ്പ് ഫോമിലുള്ള റൂൾ എഴുതുന്നത് ബ്രേസസിന്റെ ഉള്ളിൽ തന്നെയാണ്. സോ നമ്മൾ ആദ്യം ഓപ്പൺ ബ്രേസ് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് അതിൽ ആ സെറ്റിൽ വരുന്ന എലമെന്റ്സിനെ എല്ലാം കൂടെ ഒരു ജനറൽ എലമെന്റ്, ഒരു പൊതുവായ എലമെന്റ് എടുക്കുന്നു. അതിന് നമ്മൾ എക്സ് എന്ന് കൊടുക്കുന്നു. സോ ഹിയർ in this form a set is represented by using a symbol x. This is for the general element. അത് കഴിഞ്ഞിട്ട് this general element is followed by a colon. Okay, a colon ഇടുക. After the colon we write a common property possessed by the elements of the set. So here what is the common property? Here the vowels in English alphabet. സോ അതിന് ഏതൊക്കെയാണോ ഇംഗ്ലീഷ് ആൽഫബറ്റ് അതിനെല്ലാത്തിനും കൂടെ നമ്മൾ എക്സ് എന്ന പേര് കൊടുത്തു. സോ ഹിയർ എക്സ് ഈസ് എ വവൽ ഇൻ ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇത്രയും എഴുതിയാൽ മതി. എന്നിട്ട് ബ്രേസസ് ക്ലോസ് ചെയ്യും. സോ ഇതാണ് സെറ്റ് ബിൽഡപ്പ് ഫോമില് ഈ ഒരു തന്നിരിക്കുന്ന സെറ്റ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, പകരം നമുക്ക് ഇങ്ങനെ ഒരു സ്ലാഷ് ഇടാം. എക്സ് സച്ച് ദാറ്റ് എന്നാണ് വായിക്കുക. ഇങ്ങനെ ഇട്ടാലും എക്സ് സച്ച് ദാറ്റ് തന്നെയാണ് വായിക്കുക. ഓക്കെ, സോ ഇവിടെ നമ്മൾ സെറ്റിന്റെ ഏത് സ്റ്റേറ്റ്മെന്റിനെയും റോസ്റ്റർ ഫോമിലും സെറ്റ് ബിൽഡപ്പ് ഫോമിലും എഴുതാൻ മനസ്സിലാക്കി കഴിഞ്ഞു. റോസ്റ്റർ ഫോം കുറച്ചും കൂടി ഈസി ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ സെറ്റ് ബിൽഡപ്പ് ഫോമും നിർബന്ധമായിട്ടും പഠിക്കേണ്ടതാണ്. സോ ആ രണ്ട് ഫോമിലും ഒരേ സ്റ്റേറ്റ്മെന്റിനെ എങ്ങനെ എഴുതാമെന്ന് നമുക്ക് നോക്കാം. Here I give you some statements of sets. You have to write each of the statement in roster form and set buildup form. Look at the first statement, even natural numbers less than 7. So here I am not giving the name of the set. Okay, ഇവിടെ സാധാരണ ക്യാപിറ്റൽ ലെറ്റേഴ്സ് കൊടുത്ത് നമ്മൾ എഴുതി. ഇവിടെ ഞാൻ അത് കൊടുക്കുന്നില്ല. ഈ തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതണം, സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതണം. സോ നിങ്ങൾക്കത് ക്ലിയർ ആവും. എങ്ങനെയാണ് റോസ്റ്റർ ഫോമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ എഴുതുക, എങ്ങനെയാണ് സെറ്റ് ബിൽഡപ്പ് ഫോമിൽ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നാൽ എഴുതുക എന്ന്. സോ ഫസ്റ്റ് വൺ ഈസ് ഈവൻ നാച്ചുറൽ നമ്പേഴ്സ് ലെസ് ദാൻ 7. സോ നമ്മൾ ബ്രേസസ് ഇടും. റോസ്റ്റർ ഫോമിൽ ബ്രേസസിന്റെ ഉള്ളിൽ വേണം എലമെന്റ്സ് എഴുതാൻ. എല്ലാ എലമെന്റ്സും എഴുതണം. സോ 7നേക്കാളും ചെറുതായ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. So what are the even natural numbers less than 7? The first even natural number is 2. The next even natural number is 4. The next one is 6. Okay. So these are the even natural numbers less than 7. So this is the roster form of the given statement. 2, 4, 6. അത് തന്നെ എങ്ങനെ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എഴുതാം. ഇതേപോലെ തന്നെ ബ്രേസസ് ഓപ്പൺ ചെയ്യാം. എക്സ് എഴുതാം. സച്ച് ദാറ്റ് കോളൻ ഓർ സ്ലാഷ് ഇടാം. രണ്ട് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഇപ്പൊ എക്സ് സച്ച് ദാറ്റ്, ഈ എക്സ് എന്ന് പറയുന്നത് ഇതിനകത്തുള്ള ഓരോ എലമെന്റിനെയും ജനറൽ ആയിട്ട് എഴുതിയതാണ് എക്സ്. സോ വാട്ട് ആർ ദീസ് എലമെന്റ്സ് ഇൻ ദി സെറ്റ്? ദേ ആർ ഈവൻ നാച്ചുറൽ നമ്പേഴ്സ്. ഓക്കെ, അപ്പൊ അതിനെല്ലാത്തിനും കൂടെ നമ്മൾ ജനറൽ ആയിട്ട് എക്സ് എന്ന് എഴുതിയത്. സോ എക്സ് ഈസ് ആൻ ഈവൻ നാച്ചുറൽ നമ്പർ. അപ്പൊ ആ ഒരു കോമൺ പ്രോപ്പർട്ടി എഴുതി കഴിഞ്ഞു. അതാണ് ആ ഒരു സെറ്റിലുള്ള എല്ലാ എലമെന്റ്സിന്റെയും റൂള്. സോ ബ്രേസസ് ക്ലോസ് ചെയ്യും. ഓക്കെ, ഗോ ടു ദ നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഓഡ് നാച്ചുറൽ നമ്പേഴ്സ്. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ ബ്രേസസ് ഇട്ടിട്ട് ഏതൊക്കെയാണോ എലമെന്റ്സ് അത് എഴുതും. ഓഡ് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെയാ? 1, 3, 5, 7. പിന്നെ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. സോ 3 ഡോട്ട്സ് ഇടുക, ക്ലോസ് ചെയ്യും. ഇതിനെ സെറ്റ് ബിൽഡപ്പ് ഫോമിൽ എങ്ങനെ എഴുതും? ബ്രേസസ് ഓപ്പൺ ചെയ്യുക, എക്സ് എഴുതുക. എക്സ് സച്ച് ദാറ്റ്, വാട്ട് ഇസ് ദിസ് എക്സ് ഹിയർ? എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഒരു എലമെന്റിന്റെ പ്രോപ്പർട്ടിയാണ് എഴുതുന്നത്. എക്സ് ഈസ് ആൻ ഓഡ് നാച്ചുറൽ നമ്പർ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ്, ഇന്റിജേഴ്സ് ബിറ്റ്വീൻ -3 and 3. സോ -3ക്കും 3ക്കും ഇടയ്ക്കുള്ള ഇൻഡിജേഴ്സ് എല്ലാം എഴുതുക. അതാണ് ആ സെറ്റിലെ എലമെന്റ്സ്. എലമെന്റ്സിനെയൊക്കെ ബ്രേസസിന്റെ ഉള്ളിൽ എഴുതുന്നതാണ് റോസ്റ്റർ ഫോം. സോ ഹിയർ ദ ഇൻഡിജേഴ്സ് ബിറ്റ്വീൻ -3 and 3
-3 എഴുതാൻ പാടില്ല. ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ -3നെയും 3നെയും എക്സ്ക്ലൂഡ് ചെയ്യണം. സോ ബാക്കി വരുന്നത് -2. ഏത് ഓർഡറിൽ വേണമെങ്കിലും എഴുതാം. -1, 0, 1, 2. Okay, now how will you write this in set builder form? X such that x is an integer. X is an integer between, a statement നോക്കി നമുക്ക് എഴുതാൻ പറ്റും, between -3 and 3. Okay, go to the next statement. Set of all natural numbers which divide 42. 42നെ ഡിവൈഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ്, ദാറ്റ് മീൻസ് ദ ഫാക്ടേഴ്സ് ഓഫ് 42. 42ന്റെ ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? 42ന്റെ ഫാക്ടേഴ്സ് വരിക. We know that 1 is a factor of every element. So 1 is a member, 1 is an element in the set. Next 2. 42, 2 is a factor of 42. Okay, 2 divide 42. 2 42നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. Because 42 is an even number, it is divisible by 2. Now what about 3? Check whether 42 is divisible by 3. Yes. 3 divides 42 because 4 plus 2, 6. Sum of digits നോക്കിയാൽ മതി നമ്പർ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കാൻ. 4ഉം 2ഉം നോക്കുക. അതിന്റെ സം ഓഫ് ഡിജിറ്റ്സ് എന്താ? 4 plus 2, 6 ആണ്. 6 is a multiple of 3. So 3 divides 42. Okay. Next one is 4. 42 it's not a multiple of 4. Okay. 4 വരില്ല, 5 വരില്ല, 6. Yes. 42 is a multiple of 6. So 6 is a factor. Now 7 is a factor. And the next one is 14. 3 into 14 ആണ് 42 വരുന്നത്. So 14 is also a factor. Means 14 divides 42. Okay. Next one 2 വരുമ്പോൾ 21. So 21 divides 42. Next one 42 divides 42 itself. Okay. So these are the elements of the set. How will you write this in set builder form? X such that x is a natural number. X is a natural question. ആ സ്റ്റേറ്റ്മെന്റ് തന്ന പോലെ തന്നെ ഇവിടെ സെറ്റ് ഓഫ് ഓൾ തരും. അപ്പൊ നമ്മൾ എക്സ് എഴുതുമ്പോൾ ആ ഒരൊറ്റ നമ്പറിന്റെ കാര്യം എഴുതണം. എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ which divides 42. Okay. Next, set of letters forming the word school. So ഏതാണ്? യെസ്, അതിലെ ലെറ്റേഴ്സ് എഴുതാം. എല്ലാം ക്യാപിറ്റൽ ലെറ്റേഴ്സ് എത്തുന്നു. സോ അതിലെ എലമെന്റ്സ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സ് യൂസ് ചെയ്യാം. എസ്, സി, എച്ച്, ഒ. നെക്സ്റ്റ് വേണ്ട മോ ആണ്. ഓ ഓൾറെഡി എഴുതിയിട്ടുണ്ട്. സോ 2 പ്രാവശ്യം എഴുതേണ്ട കാര്യമില്ല. ലാസ്റ്റ് ഇസ് എൽ. So how will you write this in set builder form? X such that X is a letter in the word school. ഇവിടെ എക്സ് എന്ന് എടുക്കുമ്പം ആ ഒരു ഇംഗ്ലീഷ് ആൽഫബറ്റ് എക്സ് ആയിട്ട് എടുക്കരുത്. നമ്മൾ വേരിയബിൾ യൂസ് ചെയ്യുമ്പോൾ സാധാരണ എക്സ് എടുക്കുന്നത്. അതുപോലെ ഈ 5 എലമെന്റ്സിനെയും റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ എക്സ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് ഇസ് പ്രൈം നമ്പേഴ്സ് ബിറ്റ്വീൻ 10 and 20. 10നും 20നും ഇടയ്ക്കുള്ള പ്രൈം നമ്പേഴ്സ്. We know that prime numbers means the numbers whose factors are 1 and the number itself. ഒന്നും അതേ നമ്പറും ഫാക്ടേഴ്സ് ആയിട്ടുള്ള നമ്പേഴ്സ് 10നും 20നും. സോ നെക്സ്റ്റ് 10 കഴിഞ്ഞിട്ടുള്ള അടുത്ത നമ്പർ 11 ആണ്. 11ന്റെ മൾട്ടിപ്പിൾസ് എടുക്കുമ്പോൾ 1ഉം 11ഉം മാത്രമാണ്. സോ 11 is a prime number. 12 എടുക്കുമ്പോൾ 12ന്റെ ഫാക്ടേഴ്സ് വരുന്നത് 1, 12, 3, 4, 6, 2 ഒക്കെ വരും. സോ ഇറ്റ്സ് നോട്ട് എ പ്രൈം നമ്പർ. 13 is a prime number. 14 is not a prime number. 15 is not a prime number. 16 is not a prime number. But 17 is a prime number. 18 is not a prime number. But 19 is a prime number. So the prime numbers between 10 and 20 are 11, 13, 17, 19. അവയെ കോമ ഇട്ട് സെപ്പറേറ്റ് ചെയ്ത് ബ്രേസസിന്റെ ഉള്ളിലാക്കിയിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ that represents the set in roster form. Okay. Now how will you write this in set builder form? Braces ida, x ida, x such that x is a prime number
between 10 and 20. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടാണിത്. നമ്മൾ ഓൾറെഡി സെറ്റിനെ ഒരു സ്റ്റേറ്റ്മെന്റ് തന്ന അതിനെ സെറ്റ് ബിൽഡർ ഫോമിലും റോസ്റ്റർ ഫോമിലും എഴുതി. സോ റോസ്റ്റർ ഫോമിലാണ് നമ്മൾ അതിലെ എലമെന്റ്സ് എല്ലാം എഴുതുന്നത്. സോ ഇൻ റോസ്റ്റർ ഫോം, if x is an element of set A, then we symbolically write it as x. ഈ ഒരു സിമ്പിൾ യൂസ് ചെയ്യും. ഈ സിമ്പിൾ നമ്മൾ പറയും എപ്സിലോൺ എന്നാണ് ഈ സിമ്പിളിന്റെ പേര്. ആൻഡ് ദിസ് സ്റ്റേറ്റ്മെന്റ് ക്യാൻ ബി റെഡ് ആസ് എക്സ് ബിലോങ്സ് ടു സെറ്റ്. ഈ ഒരു സിമ്പിൾ കണ്ടിട്ടുണ്ടെങ്കിൽ ബിലോങ്സ് ടു എന്നാണ് വായിക്കേണ്ടത്. സോ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ എക്സ് ബിലോങ്സ് ടു എ. എക്സ് എന്ന് പറഞ്ഞ എലമെന്റ് എ എന്ന സെറ്റിൽ ഉണ്ട്. So it can be read as x belongs to A or x is an element of set A എന്നാണ് അർത്ഥം. Suppose a particular element is not an element of set A. ഒരു x എന്ന് പറഞ്ഞ എലമെന്റ് എയിലെ എലമെന്റ് അല്ല. അങ്ങനെയാണെങ്കിൽ we write x, ഈ ഒരു സിമ്പിൾ ആണ് യൂസ് ചെയ്യുക. Does not belong to A. For example, നേരത്തെ നമ്മൾ എഴുതിയൊരു സെറ്റാണ് V is equal to A, E, I, O, U. സോ ഒരു എലമെന്റ് വിയിൽ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പൊ സപ്പോസ് ഞാൻ എ എടുത്തു. എ വി എന്ന സെറ്റിലുള്ള എലമെന്റ്സ് ആണ്. സോ അതിന് എ ഈസ് ആൻ എലമെന്റ് ഓഫ് സെറ്റ് വി എന്ന് നീട്ടി എഴുതണ്ട. വി കൻ യൂസ് ദിസ് സിമ്പിൾ. ഓക്കെ, സോ ഹൗ വിൽ യു റൈറ്റ് എ ബിലോങ്സ് ടു വി? നമ്മൾ വായിക്കേണ്ടത് ഇങ്ങനെയാണ്, എ ബിലോങ്സ് ടു വി. സപ്പോസ് ഐ എം ഗിവിംഗ് ദ നമ്പർ ബി. ബി വിയിൽ എലമെന്റ് ആണോ? അല്ല. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുക? ബി ഡസ് നോട്ട് ബിലോങ് ടു വി. Exercise 1.1 question number 2. Let A is equal to set 1, 2, 3, 4, 5, 6. Insert the appropriate symbol നോക്കുക in the blank spaces. So ഇവിടെ നമുക്കൊരു സെറ്റ് തന്നിട്ടുണ്ട്. റോസ്റ്റർ ഫോമിലാണ് സെറ്റ് തന്നത്. സോ കുറെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. ആ എലമെന്റ്സ് സെറ്റിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ സിമ്പിൾ ഉപയോഗിച്ചിട്ട് കാണിക്കണം. So first element is 5. You check whether 5 is an element of set A. Yes, 5 is an element of set A. So we use the symbol, this symbol. So how will you read this statement? 5 belongs to A. Okay. Now next number is 8. Check whether 8 is there in the set. No, 8 is not an element of the set. So which symbol you use? Does not belong to. Okay. So here 8 does not belong to A. Next is 0. You can see that 0 is not an element of set A. So we use the symbol, this symbol. 0 does not belong to A. Next is 4. Yes, 4 is an element of set A. So we write 4 belongs to A. Next 2. Check whether 2 is there in the set A. Yes, 2 is an element of the set A. So we write 2 belongs to A. Okay. The last one is 10. You can see that 10 is not an element of set A. So we use the symbol, this symbol. And we can read this as 10 does not belong to A.